ഹലോ. ഹലോ. ചോറ് കഴിച്ചാ? പിന്നല്ലാതെ. എന്തൊക്കെ ഉണ്ടായിരുന്നു ചോറിന്? നല്ല സാമ്പാറും അച്ചാറൊക്കെ കൂട്ടി കഴിച്ചു. അച്ചാറുണ്ടായിരുന്നു? ആ. എന്തച്ചാറാ കഴിച്ചേ? നാരങ്ങ അച്ചാറ്. നാരങ്ങ അച്ചാർ. ബീഫ് അച്ചാർ കഴിച്ചിട്ടുണ്ടോ? ആ, നമ്മൾ കടയിലൊക്കെ കിട്ടും. നല്ല നല്ല റെഡ് കളറിലുള്ള. കടയിൽ കിട്ടുന്ന ബീഫ് അച്ചാറല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയ നല്ല ഫ്രഷ് ബീഫ് വെച്ചിട്ടുള്ള ബീഫ് അച്ചാർ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന പോലെ നല്ല ഫ്രഷ് ബീഫൊക്കെ വെച്ചിട്ട് ഒരു ബീഫ് അച്ചാർ ഉണ്ടാക്കി നോക്കാം. ഈ അച്ചാറുണ്ടെങ്കിൽ ഗുണം എന്താണെന്നറിയോ? നമുക്ക് വേറെ ഒരു കറികളും വേണ്ട, ഈ ബീഫ് അച്ചാർ വെച്ചിട്ട് തന്നെ മൊത്തം ചോറ് നമുക്ക് തീർക്കാം. അപ്പോൾ എന്താണ്, ഇന്ന് നമുക്ക് ബീഫ് അച്ചാർ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഓക്കെ, ബാ. ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണ്. ഇത് കടയിൽ കിട്ടുന്ന പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് അച്ചാറാണ്. 1/2 കിലോ ബീഫ് വേവിച്ച് വെച്ചതാണ്. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. കുറച്ച് ഇഞ്ചി, 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്, പച്ചമുളകും ചതച്ചതാണ്, കറിവേപ്പില. ഇതെല്ലാം കൂടി നീളത്തിൽ അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഇത് നല്ലെണ്ണയാണ് 1/2 കപ്പ്, വിനാഗിരി 1/2 കപ്പ്. അതിന് വേണ്ട പൊടികൾ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ചീഞ്ചട്ടി ചൂടായ ശേഷം നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിക്കണം, അച്ചാറല്ലേ. ഒന്ന് എണ്ണ ചൂടാവട്ടെ. ചൂടായ ശേഷം ഈ വേവിച്ച് വെച്ച ബീഫില്ലേ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ബീഫായതുകൊണ്ട് ഇത്തിരി നന്നായി കുക്കറിൽ വേവിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. അതിത്തിരി എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായ ശേഷം ഒന്ന് വറുത്ത് വരണം. കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്യട്ടെ. ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളറാവണം. അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം ഒന്ന് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആയാലേ അച്ചാറിന് നല്ല സ്വാദുണ്ടാവുള്ളൂ. കുട്ടികളൊക്കെ ലീവ് കഴിഞ്ഞ് പോണ സമയത്തേ ഒരു അച്ചാറുണ്ടാക്കി കൊടുത്താൽ അവർ ഇത്തിരി തൈരും ഈ അച്ചാറും കൊണ്ട് കഴിച്ചോളൂ. സൂപ്പറായിരിക്കും അച്ചാർ. ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ബീഫ് ഇതാ കുറച്ച് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അരക്കിലോൻ്റെ അളവിൽ ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ. കുട്ടികൾക്കൊക്കെ അത് പറയുമ്പോൾ പെട്ടെന്ന് പിടുത്തം കിട്ടുമല്ലോ. അതാണ് ഞാൻ ആ അളവിൽ ചെറിയ തോതിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. ആ ബീഫ് വറുത്ത എണ്ണയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില കുറച്ച് വാടിയതാണ്. നല്ല കറിവേപ്പിലയാണ്, വീട്ടിലത്തേണ്. അത് ഉണക്കി ഞാൻ വെച്ചതാണ്. അതാണ് കളർ ഇങ്ങനെ വ്യത്യാസം. എൻ്റെ വീട്ടിലത്തേണ്, വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെച്ച കറിവേപ്പിലയാണ്. പിന്നെ കുറച്ച് നീളത്തിൽ നമ്മൾ അരിഞ്ഞ് വെച്ച് വറുത്തൊക്കെ വെച്ചില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതെല്ലാം ഇതിൽ ആഡ് ചെയ്യാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ സാദാ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഓൾറെഡി നമ്മൾ ബീഫിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചിടുക. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയ ശേഷം നമുക്ക് വിനിഗർ ഒഴിക്കാം.
ഇത് ചോറിൻ്റെ കൂടെ നന്നായിരിക്കും, കുറേ ദിവസം വെച്ച് കൂട്ടാമല്ലോ. കുറച്ച് വിനിഗർ ഒഴിക്കാം. വിനിഗർ ഒഴിച്ച ശേഷം ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം. നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച ബീഫ് അതിലേക്ക് ഇടാം. ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നമുക്ക് അടുപ്പ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിരിക്കുന്നത് 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓ, ബീഫ് അച്ചാർ റെഡി. സ്വാദിഷ്ടമായ ബീഫ് അച്ചാർ റെഡി.